ഗുഡ് മോർണിംഗ്. ആത്മിക ഹീലിംഗ് ടാരോ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സെപ്പറേഷനിൽ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് റിലേഷൻഷിപ്പിൽ അവർ നിങ്ങളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഏതൊക്കെ എനർജിയാണ് കണക്റ്റ് ആയിട്ട് നോക്കാം. 10 of Wands, 7 of Wands, 2 of Wands, 8 of Swords, King of Cups. ഒരു കാർഡ് കൂടി നോക്കി നോക്കാം. 5 ഒരു കാർഡ് കൂടി നോക്കാം. ദ മൂൺ. ഇതിലിപ്പോൾ അവരെന്തുകൊണ്ടാണ് നിങ്ങളിൽ നിന്ന് പോയി എന്ന് നോക്കുന്നതാണ് നമ്മൾ ചോദിച്ചത്. കിട്ടിയിരിക്കുന്നത് 10 of Wands. ഇതിൽ ഒരുപാട് ഈ പേഴ്സൻ്റെ ഇതിൽ ഒരുപാട് ചുമതലകളുണ്ട്. ഇപ്പോൾ ഫാമിലിയിലായാലും ജോലിയിലായാലും എന്ത് തന്നെയായാലും അവർക്ക് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതൽ ഭാരം താങ്ങുന്നുണ്ട്. അവർക്കത് എങ്ങനെ അത് മാനേജ് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലപ്പോൾ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഇവരുടെ ഒരു തലയിലേക്ക് വെച്ച് കൊടുക്കുന്ന അങ്ങനത്തെ ഒരു ഫാമിലി ആയിരിക്കാം. അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലായാലും ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ നേരിടേണ്ടി വരുന്നു. ഇവർക്ക് ഒരു നോ എന്ന് പറയാൻ അറിയാത്ത ആളുകളായിരിക്കാം അവരെല്ലാം വലിച്ചുവാരി തലയിൽ ഏറ്റി നടക്കുന്ന ആളുകൾ. എന്നാൽ ശരിയായ രീതിയിൽ മാനേജ് ചെയ്ത് അത് എങ്ങനെ അറേഞ്ച് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും അറിയുന്നില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളോട്. അപ്പോൾ അവരെല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു മാറി ഈ പ്രശ്നങ്ങളിൽ അവർ ഉഴലുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറിപ്പോയത്. ഇത് 7 of Wands. ഇതിലാണെങ്കിലും ഇവർക്ക് ഒരുപാട് ഉപദ്രവങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നു. ശത്രുക്കൾ ഒരുപാടുണ്ട്. അവർക്ക് അത് മുന്നോട്ട് പോകാൻ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിനോടനുബന്ധിച്ചിട്ടായിരിക്കാം മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ. പലവിധ പ്രശ്നങ്ങൾ ഇവർ നേരിടേണ്ടി വരുന്ന ഒരവസ്ഥയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു മൗനം പാലിക്കാം, ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാം എന്നുള്ള ഒരു ലെവലിലേക്ക് മനസ്സുകൊണ്ട് അവരങ്ങനെ പോയിരിക്കാം. അതായിരിക്കും അവർക്ക് നിങ്ങളിൽ നിന്നും മാറിപ്പോകാനുള്ള കാരണം. അങ്ങനെയായിട്ടാണ് കാണുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ 2 of Wands ആകുമ്പോൾ ഇവരൊരു ചോയ്സ് എടുക്കുന്നുണ്ട്. ഇവിടെ അവർക്ക് ഓപ്ഷൻ വന്നു. അവിടെ വേറെ എന്തെങ്കിലും അവർക്ക് നിങ്ങളെക്ക് പ്രാധാന്യം കൊടുക്കാതെ വേറെ എന്തെങ്കിലും തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ടാണ് അവർ ആ രീതിയിലേക്ക് പോയത്. അവരൊരു പക്ഷേ നിങ്ങൾ വെറും ഒരു ഓപ്ഷൻ മാത്രമായിരിക്കാം, നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതായിരിക്കാം. അവിടെ പ്രയോറിറ്റി മറ്റു ചില കാര്യങ്ങളിലായിരിക്കാം പ്രയോറിറ്റി കണ്ടത്. അതുകൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്ന് ആ ഓപ്ഷനിൽ വേറെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു. അതാണ് ഈ കാർഡ് കാണിക്കുന്നത്. ഇതിലാണെങ്കിലും പല പ്രശ്നങ്ങളിലും മുന്നോട്ട് പോകാനാവാതെ കെട്ടിയിട്ട നിലയിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അത് എന്നാൽ ശരിയായ പ്രശ്നങ്ങൾ ഇയാൾ അറിയുന്ന പോലില്ല. എന്താണ് പ്രശ്നങ്ങൾ എന്ന് കണ്ണു തുറന്ന് നോക്കാനും അഥവാ നേരിടാനും അതിനുള്ള ഒരു കഴിവ് നോക്കാതെ ആ പ്രശ്നങ്ങളിൽ സ്റ്റക്കായി നിൽക്കുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ടായിരിക്കാം നിങ്ങളിൽ നിന്നും വിട്ടുപോയത്. കിങ് ഓഫ് കപ്സ് ആകുമ്പോൾ ഇവിടെ ഒരു ഈഗോൻ്റെ പ്രശ്നമുണ്ട്. കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് തുറന്ന് സംസാരിക്കുന്നില്ല. നിങ്ങൾ പലപ്പോഴും തുറന്ന് സംസാരിക്കാൻ ആവശ്യപ്പെട്ടാൽ പോലും ഇയാളുടെ പ്രശ്നങ്ങളോ വിഷമങ്ങളോ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ തയ്യാറാവുന്നില്ല. ഒരുപക്ഷെ നിങ്ങളോട് കൂടുതൽ സ്നേഹം കാണിക്കുകയോ കൂടുതൽ തുറന്ന് സംസാരിക്കുകയോ ചെയ്താൽ നിങ്ങൾക്ക് പല വാഗ്ദാനങ്ങളും തരേണ്ടി വരും. അത് നിറവേറ്റപ്പെടേണ്ടി വരും. അങ്ങനെ ഒരു ഒളിച്ചോട്ടമുള്ള ആളുടെ ഉള്ളിലുള്ള ഫീലിങ്സ് നിങ്ങൾ അറിയിക്കുന്നില്ല. എല്ലാം ഉള്ളിലൊതുക്കിയിട്ട് കൂടുതൽ സംസാരിച്ചാൽ നിങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം തരേണ്ടി വരും. അങ്ങനെ ഒരു ഒളിച്ചുകളി, ഒളിച്ചുകളിയുള്ള അത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളായിരിക്കാം ചിലപ്പോൾ പക്ഷേ ഇതിൽ നിന്നും മാറിപ്പോയിട്ടുണ്ടായിരിക്കും.
13 എന്നുള്ള എനർജിയും വന്നിരിക്കുന്നു ഇവിടെ. പല കാര്യങ്ങളും പല ആശങ്കകൾ, ഒരുപാട് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, അവർക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങൾ അവർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിലൊക്കെ ആ ഒരു സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഒരുപാട് വിഷമങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വന്നപ്പോൾ അവർ നിങ്ങളുമായുള്ള ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നതാണ് അവർ. പക്ഷേ ഈ ആളുകളാണെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങളോട് അകൽച്ച കാണിക്കുന്നത്. ഇനി നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട് നോക്കാം എന്ത് കാർഡുകളാണ് വന്നിരിക്കുന്നത്. Knight of Cups, Queen of Cups, the Magician, Strength, Justice, Nine of Cups. 2 കപ്സ് വന്നു. നൈറ്റ് ഓഫ് കപ്സ്. ഇപ്പോൾ ഈ ആളുകൾ ഇങ്ങനെ ഭാരം താങ്ങാനാവാതെ ഒരു പ്രശ്നങ്ങളാണെങ്കിൽ നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുക. അവരുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഒരുപാട് അവരെ വിഷമിപ്പിക്കാതിരിക്കുക. നിങ്ങൾ വെയിറ്റ് ചെയ്യുക. അങ്ങനെ അവർക്ക് പിന്നാലെ പോകാതെ, അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറാതെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളോട് ഒരു യഥാർത്ഥ സ്നേഹം ഉണ്ടെങ്കിൽ അവരെന്തായാലും തിരിച്ചു വരും. അവരുടെ പ്രശ്നങ്ങളിൽ നിങ്ങളൊരു പ്രശ്നമായിട്ട് മാറാതിരിക്കുക. അങ്ങനെയുള്ള കാർഡാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്കൊരു ഗൈഡൻസ് ആയിട്ട്. ഇതിലായാലും നിങ്ങളുടെ സ്നേഹം നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. അവരുടെ വിഷമങ്ങൾ, അവർക്ക് സപ്പോർട്ടായിട്ട് നിങ്ങൾ നിൽക്കുക. എന്ത് പ്രശ്നങ്ങളൊക്കെ നേരിടുന്നുണ്ടെങ്കിലും നിങ്ങൾ അവരുടെ ഒപ്പം ഉണ്ട് എന്നുള്ള ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുക എന്നുള്ള ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും ദ മജീഷ്യൻ എന്നുള്ള കാർഡ് കാണിക്കുന്നത് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് അർഹതപ്പെട്ടത് നിങ്ങൾക്ക് അത് ലഭിക്കും. നിങ്ങൾ അർഹതയില്ലാത്തതിൻ്റെ പുറകെ പോകാതിരിക്കുക. നിങ്ങൾക്ക് പ്രയോറിറ്റി തരുന്നവരെ നിങ്ങൾ പരിഗണിക്കുക. അല്ലാതെ നിങ്ങൾക്കൊരു പ്രയോറിറ്റി ഇല്ലാത്തവരെ വിട്ടുകളയുക. നിങ്ങൾ യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ശരിയായ വഴി തിരഞ്ഞെടുത്ത് നിങ്ങളുടെ മുന്നിലെത്താൻ നിങ്ങളത് മാനിഫെസ്റ്റ് ചെയ്യുക. ഇതിലായാലും സ്ട്രെങ്ത്ത് എന്ന് പറഞ്ഞത് നിങ്ങൾ സ്വയം കരുത്താർജിക്കുക. നിങ്ങളുടെ ആത്മശക്തി കൊണ്ട് നിങ്ങൾക്ക് എന്തും നേരിടാനുള്ള കഴിവുണ്ട്. നിങ്ങൾ തളർന്നു പോകാതെ, ഈ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ തകർന്നു പോകാതെ നിങ്ങളുടേതായ കരിയറായിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങൾ കുറച്ചുകൂടി സ്ട്രോങ് ആവുക. നിങ്ങളുടെ മനഃശക്തി കൊണ്ട് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാം എന്നുള്ള ഒരു പവറിൽ നിങ്ങൾ എത്തുക എന്നുള്ളൊരു ഗൈഡൻസാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ കൊടുത്തിരിക്കും ജസ്റ്റിസാണ്. നിങ്ങൾക്ക് എന്തായാലും നീതി ലഭിക്കും. നിങ്ങൾ ഒരുപാട് സ്നേഹവും വിശ്വാസവും അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കി അവരെ തിരിച്ചു വരും എന്നുള്ള ഒരു മെസ്സേജാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇവിടെയാണെങ്കിലും 9 ഓഫ് കപ്സാണ്. നിങ്ങളുടെ സ്വന്തം കഴിവിലും വിശ്വാസത്തിലും വിശ്വസിച്ച് നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ മുന്നോട്ട് പോവുക. നിങ്ങളെ തന്നെ സ്വയം സ്നേഹിക്കുക. നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി സമയം പാഴാക്കാതെ നിങ്ങളുടെ കാര്യങ്ങൾക്കും നിങ്ങളുടെ ഉയർച്ചയ്ക്കും നിങ്ങളുടെ കരിയറിനും വേണ്ടി കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. ആ ഒരു ഉദ്ദേശത്തോടെ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളത് കാണിക്കുന്നു. ഒരു കാർഡ് കൂടി നോക്കി വെക്കാം. ഡെത്ത് എന്നുള്ള കാർഡാണ്. ഇതിൽ എല്ലായിടത്തും എല്ലാതും കാര്യമായ ഒരു മാറ്റം, ഇതുവരെയുള്ള എല്ലാ സിറ്റുവേഷനിൽ നിന്നും മാറി നിങ്ങളിപ്പോൾ കാര്യമായുള്ള ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നു എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു ഒറക്കിൾ മെസ്സേജ് കൂടി നോക്കാം. എന്താണ് നിങ്ങൾക്ക് ഫൈനലായിട്ട് ഇന്നത്തെ ദിവസം യൂണിവേഴ്സ് തരുന്നത് എന്ന് നോക്കാം. സൈക്കിൾസ് എന്ന ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. ഫെയ്റ്റ്, കർമ്മ, സംതിങ് എൻഡിങ്, സംതിങ് ബിഗിനിങ്. അപ്പോൾ അവസാനിക്കാനുള്ള കാര്യങ്ങളാണെങ്കിൽ അവസാനിക്കുക. അതൊരു ചക്രം പോലെ കറങ്ങിക്കൊണ്ടിരിക്കും. നിങ്ങളിൽ നിന്ന് എന്താണോ അവസാനിപ്പിക്കാനുള്ളത് അത് അവസാനിക്കും. എന്താണോ തുടങ്ങാനുള്ളത്, നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എന്താണ് എങ്കിൽ അത് യൂണിവേഴ്സ്
നിങ്ങൾക്ക് കൊണ്ടുവരും. നിങ്ങൾ എന്തായാലും യൂണിവേഴ്സിനോട് മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയ എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. പിന്നെ നല്ലത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എന്തൊക്കെയാണോ നിങ്ങൾ പോസിറ്റീവായുള്ള കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. അങ്ങനെയുള്ള ഒരു എനർജി കാർഡുകളാണ് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് മാത്രമാണ്. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർ മുകളിൽ കൊടുത്തിരുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇത് റെസനേറ്റ് ആയവർ കമൻറ്റ് ചെയ്യുക, അല്ലാത്തവരും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് അറിയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.